ഒരു ഗുണ്ടുണ്ടാക്കിയിട്ടുണ്ട്, അത് വേണം വിട്ടു. ഓക്കെ ഓക്കെ വിട്ടോ. ഇതേതാണ് ഈ വെറൈറ്റി? ഷക്കീല ഗുണ്ട്. ഷക്കീല ഗുണ്ട്. ഓക്കെ ഓക്കെ വിട്ടോ വിട്ടോ. ഇതെന്തേട്ട 2 പ്രാവശ്യം മലക്കം പറഞ്ഞു പോയി പൊട്ടിയത്? മറിയ ഗുണ്ട്. ഓ മറിയ ഗുണ്ട്. ദൈവമേ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. ഇതേതായിട്ട് ഈ വെറൈറ്റി? ലീഡർ ഗുണ്ട്. ലീഡർ ഗുണ്ട്. ദൈവമേ, ലീഡർ ഗുണ്ട്. കണ്ടോ നീ? ഓക്കെ തുടങ്ങിക്കോ. വളരെ ഇതെന്തായിട്ട് ഈ വെറൈറ്റി? അച്ചുമാമ ഗുണ്ട്. അച്ചുമാമ ഗുണ്ട്. ദൈവമേ. കപ്പ ഐസ്ക്രീം, കോല ഐസ്ക്രീം, കപ്പ ഐസ്ക്രീം, കോല ഐസ്ക്രീം. ഇതെന്തായിട്ട് ഈ വെറൈറ്റി? മലപ്പുറം കുറ്റിപ്പുറം ഗുണ്ട്. ഓ മലപ്പുറം ഗുണ്ട്. മലപ്പുറം. എന്റെ വെറൈറ്റി കണ്ടോ? ഓക്കെ ഓക്കെ തുടങ്ങിക്കോ തുടങ്ങിക്കോ. പാറപ്പുറം. ദൈവമേ, 6 ഗുണ്ട് വിട്ട്. ഇത് മാത്രം എന്താ ചീറ്റിപ്പോയത്? ഇതങ്ങനെ എത്ര കത്തിച്ച് വിട്ടാലും ഒന്നും വേണ്ടിയാലും ഒരു ഒച്ച ഉണ്ടാക്കൂല. അത് ശരി. ഇതിന്റെ പേരെന്താണ്? അണ്ടപ്പം കൊണ്ട്. വളരെ പൈശാചികവും മൃഗീയമായ ഗുണ്ട് അല്ലേ? അപ്പൊ ഏതായാലും നിങ്ങൾ രണ്ടുപേരും ശത്രുതയോടെ ഇങ്ങനെ പരസ്പരം തമ്മിലടിച്ച് കഴിയേണ്ട ആൾക്കാരല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാണികൾക്ക് വേണ്ടി ഗംഭീര വെടിക്കിട്ട് മഹാമഹം എന്നാണ് ഞങ്ങൾ കാഴ്ചവെക്കാം. പട്ടി നിൽക്കും കൂടെ. ഞാനില്ല. എന്റെ പൊന്നിയേട്ട, നിങ്ങൾ മത്സരിക്കേണ്ട വേദി അല്ലേ? കൈ കൊണ്ടുവന്നേ എന്നെ കൂടെ ചേട്ടനെ ഒരിക്കലും ഞങ്ങൾ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ടുള്ള കളി വേണ്ട. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം വരെ കീഴടക്കാം. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഗംഭീര വെടിക്കെട്ട് മഹാമഹത്തിന് അങ്ങോട്ട് തിരികൊടുത്ത് തുടങ്ങിക്കോ. സ്റ്റാർട്ട് ചെയ്തോ. ചേട്ടോ, എല്ലാ തെറ്റും എന്റെ മുഖത്താണ്. ചേട്ടോടെ സെന്റിമെന്റ്സിനുള്ള സ്ഥാനമില്ല. നേരെ വെടിക്കെട്ട് ആരംഭിക്കും. ഒരു തവണ നീ ഗുണ്ടന്റെ വീട്ടിലേക്ക്, നീ എന്റെ വീട്ടിലേക്ക് ചക്രം കത്തിച്ചു വിട്ടിട്ടല്ലേ? സെന്റിമെന്റ്സ് കാണിക്കാതെ നിങ്ങൾ വെടിക്കെട്ട് മഹാമഹം തുടങ്ങും. പൊട്ടിക്കാം. തുടങ്ങും. ഞങ്ങൾ അടിപൊളി കൂടിയതല്ല, പിന്നെ ഇതാണ് നിയമസഭാ ഗുണ്ട്. നിയമസഭാ ഗുണ്ട്. അപ്പൊ ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ പോരാടാതെ ഒരു അടിപൊളി വെടിക്കെട്ട് മഹാമഹം അവസാന ഇനം കാണിച്ചിട്ട് നമ്മുടെ വെടിക്കെട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. തുടങ്ങിക്കോ. അടിപൊളി. എന്തായിട്ട് ഈ ഗുണ്ടിന്റെ പേര്? ഡബിൾ ഗർഭം കളിക്ക്. ഡബിൾ ഗർഭം കളിക്ക്. ഇങ്ങനെയുള്ള ഈ ആഴ്ച ഒഴിവില്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങളാണ് ഇപ്പൊ ഒരു സാധനമാണ് കത്തിച്ചത്? അയ്യോ ഞാനല്ല, അത് ഇവരാണ്. നിങ്ങളാണ്. എന്താ പ്രൊഡക്റ്റിന്റെ പേര്? ഡബിൾ ഗർഭം കളിക്ക്. ഗർഭം കളിക്ക. അത് ഗർഭമല്ലട കലക്കിയത്, പിന്നെ എന്റെ മുതുകാണ് കലക്കിയത്. ഓരോ ഉത്സവത്തിനും വന്നോളൂ. ദൈവമേ, ഇങ്ങനെയുള്ള ഓരോ പടഭണ്ഡാരങ്ങള്. അയ്യോ ഇതാരാണിത്? ഞാനാണ് ബാബുവാടാ. ഏത് ബാബു? തെക്കേപ്പടുത്ത് ബാബു. അയ്യോ ബാബുവാണാ? ഇതെന്താണിത്? ആകെ മൊത്തം കത്തിക്കരിഞ്ഞ് കോലമായില്ല ഇത്? എടാ വിഷു അല്ലായിരുന്നു? അതെ വിഷുവാണ്. അപ്പൊ ഒരു ചെറിയ പൈൻ്റൊക്കെ അടിക്കാന്ന് ഓർത്തി ഞാൻ വീട്ടിൽ മേടിച്ചോണ്ട് പോയിട്ട് പൈൻ്റൊക്കെ അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. അതെ. അപ്പൊ ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി. അപ്പൊ ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തിയത് ഓർമ്മയുണ്ട്. ഒറ്റ പൊട്ടായിരുന്നു. അതെങ്ങനെയാണ് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തുമ്പോഴത്തേക്കും പൊട്ടണത്? സിഗരറ്റാന്ന് പറഞ്ഞ് വായിലെടുത്ത് വെച്ച എന്താ? എന്തെന്നാ? ഈർക്കിലി പടക്കടാ, ഈർക്കിലി പടക്കം. ദൈവമേ, ഈർക്കിലി പടക്കം വരുന്ന. എന്നിട്ട് എന്താ മൊത്തം കത്തിക്കരിഞ്ഞ് നാശനഷ്ടമായിട്ടിരിക്കണത്? എടാ അപ്പത്തേക്കും കരണ്ട് പോയി ഇരുട്ടായല്ലോ. അതെ. അപ്പൊ വിളക്ക് കത്തിക്കാന്ന് ഓർത്ത് വിളക്ക് കത്തിച്ചതാടാ. പെര നിന്നങ്ങട് കത്തി. അതെങ്ങനെയാണ് വിളക്ക് കത്തിക്കുമ്പോ പെര മൊത്തം നിന്ന് കത്തുന്നത്? വിളക്കെന്ന് പറഞ്ഞു കൊരോപ്പൂല്ലേ, മേശപ്പൂ. അതല്ലേ കത്തിച്ചത്. കത്തിച്ചെടുക്കുന്ന മൊത്തം. എന്നിട്ട് ഭാര്യയും മക്കളും പിള്ളേരൊക്കെ പൊള്ളി ആശുപത്രി കിടക്കുക. എന്നിട്ട് എന്താണ് നീ ചിരിച്ചോണ്ടിരിക്കണത്? ചിരിച്ചോണ്ടിരിക്കണ പടക്കം പെട്ടിപ്പോ ചുണ്ട് തെറിച്ചു പോയതല്ലേ. നീ പെട്ടെന്ന് നിന്റെ അങ്ങോട്ട് ചെല്ല്, ആശുപത്രിയിലേക്ക് ചെല്ല്. നീ വീട്ടിൽ പോയി വെള്ളം അടിച്ച് ഇങ്ങനെ വെടിക്കെട്ട് നടത്തി നിന്റെ ഭാര്യയും മക്കളും ആശുപത്രിയിലായതിന് ഞാൻ എന്തിനാ അങ്ങോട്ട് പോണത്? അതിന് ഞാൻ എന്റെ വീട്ടിലിരുന്നല്ല വെള്ളം അടിച്ചത്. ഞാൻ നിന്റെ വീട്ടിലിരുന്ന വെള്ളം അടിച്ചത്. നിന്റെ പെണ്ണും പിള്ള മക്കളും ആശുപത്രി.
വാണൊരു മാമല നാടിനു പാർട്ടിക്കാർ വാഴും ഈ കേരള നാട്. അണ്ടനഴകോടന്മാര് ഭരിച്ചു, നാട്ടാര് മൊത്തത്തിൽ നട്ടം പിരിഞ്ഞു. മാവേലി വാണൊരു മാമല നാടിനു പാർട്ടിക്കാർ വാഴും ഈ കേരള നാട്. അണ്ടനഴകോടന്മാര് ഭരിച്ചു, നാട്ടാര് മൊത്തത്തിൽ നട്ടം പിരിഞ്ഞു. നമ്മുടെ നാട് മാമല നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്ന് നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. 5 കൊല്ലം മാറി ഭരിക്കണ മന്ത്രിമാര് ഗ്രൂപ്പ് കളി കൈത്തൊഴിലാക്കിയ രാഷ്ട്രീയ പാർട്ടികളും പെൺവാണിഭം നേരം പോകാക്കിയ സാറുമാരും കുട്ടിച്ചോറായി മാറ്റിയ നാടിന്റെ രോദനം കേട്ടിടണേ. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. കൂലിമെക്കൊരു പോലെ നാട്ടിൽ സുനാമി വന്നു. ആ പേരിൽ കുറെ പേരിറങ്ങി പിരിവ് തുടങ്ങി വച്ചു. വീടു നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് നൽകാം എന്നു ചൊല്ലി മണ്ണു പിരിച്ചവർ കോടികൾ കൊയ്തെടുത്തു. നാളുകൾ പോയി നടന്നു പിരിച്ചൊരു കാശുകൊണ്ടാളുകൾ പോയി. ഉള്ളതൊക്കെ കൈവിട്ടു പോയ കടലിന്റെ മക്കള് പാടി. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. നാട്ടിലുള്ള നല്ലൊരു വാണിഭം പെൺവാണിഭം കാശുണ്ടാക്കാൻ ഇത്ര നല്ലൊരു സാധനം വേറെയുണ്ടോ? പാർലമെന്റ് മെമ്പർ മുതൽ സാധാ മെമ്പർ വരെ ഈ നാട്ടിലെ വാണിഭ സംഘത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവരാ. കാശ് കൊടുത്തും വാക്കുകൊടുത്തും ഓളയൊതുക്കിയെന്നാലും തക്കം കിട്ടിയാൽ പെൺകൊടിയ മൊഴി മാറ്റി പറയണ കാലം. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. ഇന്നോഴത്തെ പെട്ടിക്കടകൾക്ക് അലങ്കാരമായി ഹാൻസിന്റെയും പാൽപരാഗിന്റെയും മിന്നുന്ന മാല കാണാം. 10 പോലും പ്രായം തികയാത്ത പിക്കിരികൾ ഹാൻസിന്റെ ഒപ്പം ക്യാൻസറും വാങ്ങിച്ച് താങ്ക്സ് പറഞ്ഞിടും. കൈക്ക് ധരിപ്പ്, തലയ്ക്ക് വെരിപ്പ്, കാലിന് നല്ലൊരു ഗ്രിപ്പ്. ഹാൻസ് വെച്ചിട്ട് അവൻ അറിയുന്നുണ്ടോ മോളിലേക്കുള്ളൊരു ട്രിപ്പ്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. ബുദ്ധിപുരം വാഴും മടയ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അഥവാ റെഡ് സ്ട്രീറ്റിലേക്ക് സ്വാഗതം.